എന്താ മന്ത്രി രാജീവ് പറയുന്നത്? ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാലഘട്ടമാണ് മന്ത്രി രാജീവിന്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മന്ത്രി രാജീവേ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം റാങ്കിൽ എത്തിയത്രേ കേരളം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന റാങ്കിങ് തന്നെ ഇന്ത്യ ഗവൺമെന്റും വേൾഡ് ബാങ്കും ഒക്കെ നിർത്തലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്നത്. അങ്ങനെ മന്ത്രി രാജീവ് പറയുന്ന സമയത്താണ് ഈ 2018-19 കാലങ്ങളിലൊക്കെയാണ് പുഴയ്ക്കൽ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഗവൺമെന്റ് ഓഫ് കേരള തന്നെ തൃശ്ശൂർ പുഴയ്ക്കൽ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇവിടെ ടെക്നോ പാർക്കിനടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ വ്യവസായ പാർക്ക് പോലെ തന്നെയുള്ള ഒരു വ്യവസായ പാർക്ക്. ആ വ്യവസായ പാർക്കിലേക്ക് പ്രവാസികൾ തന്നെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ബിസിനസ് തുടങ്ങാൻ മറ്റൊരുപാട് കാര്യങ്ങൾ വേണം. അതൊന്നും നടക്കാതെ അവസാനം അവര് കർണാടകത്തിലേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ ചേക്കേറിപ്പോയി. ഒരൊറ്റ ബിസിനസ്സുകാരൻ അവിടെ ബിസിനസ് ക്ലച്ച് പിടിച്ചില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ് കേരള മീറ്റ് നടന്നത്. നമുക്കറിയാം, ഈ ഫെബ്രുവരിയിലാണ് മീറ്റ് നടക്കുന്നത്. ആ മീറ്റ് നടന്നതോടുകൂടിയാണ് മന്ത്രി രാജീവ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള പല കണക്കുകളുമായിട്ട് ലക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ? അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മനഃപൂർവ്വമായിട്ട് അറിയില്ലെന്ന് നടിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ്. അതായത് 2022 ബജറ്റില് നിർമ്മല സീതാരാമൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഇത് കൊണ്ടുവന്നിരുന്നു, ഉദ്യം രജിസ്ട്രേഷൻ. എന്താണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ? പുതിയതായിട്ട് ഒരു വ്യവസായം തുടങ്ങുകയോ അല്ലെങ്കിൽ പഴയ ഒരു വ്യവസായം മുടങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന പക്ഷം അത് ഈ ഉദ്യം രജിസ്ട്രേഷനിൽ ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുറയനുസരിച്ച് അവർക്ക് വായ്പാ സൗകര്യങ്ങൾ, മറ്റു പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. സത്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഉദ്യം രജിസ്ട്രേഷനിൽ വരുന്ന വ്യവസായങ്ങളൊക്കെ BJP ഗവൺമെന്റ് കാലത്ത് വന്ന പുതിയ വ്യവസായങ്ങളാണ് എന്ന് വീമ്പടിച്ച് വീണ്ടും 4ാം ഊഴം വരിക എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ഉദ്യം രജിസ്ട്രേഷൻ കൊണ്ടുവന്നത് എന്ന് വേണം നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അനുമാനിക്കാൻ. എന്തായാലും അതിനകത്ത് വലിയ തോതിൽ, അതായത് വായ്പ, മറ്റ് പല സൗകര്യങ്ങളും ആ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യവസായങ്ങൾക്ക് കിട്ടും. അപ്പം തുടക്കത്തിലേ തന്നെ ചത്തു കിടക്കുന്നതും, അതായത് പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷന് ശേഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ തന്നെ കേരളത്തിലും നിന്നുപോയത്, പാടെ തകർന്ന് തരിപ്പണമായത്. അങ്ങനെ തരിപ്പണമായ വ്യവസായങ്ങൾ ഒത്തിരി തന്നെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു എന്നതല്ലാതെ അതൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല, അതിലെ ഭൂരിഭാഗവും. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയുടെ തന്നെ ഈ നമ്മുടെ നരേന്ദ്രമോദി പറയുന്ന ഉദ്യം രജിസ്ട്രേഷൻ അനുസരിച്ച് ഇവിടെ വികസനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു 4-5 മാസം മുൻപ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 82.07% ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു രാജ്യമായി, ലോകത്തെ 1ാമത്തെ പോപ്പുലേഷന്റെ രാജ്യമായ ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പൊ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ അഭ്യസ്ത വിദ്യർ, എന്താണ് അഭ്യസ്ത വിദ്യർ എന്നുള്ളതിന് ILO കൊടുക്കുന്ന നിർവചനം പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസമുള്ളവർ. അത്തരക്കാര് 82% പേര് തൊഴിലില്ലാത്ത ഇന്ത്യ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്ത് സഹായം കിട്ടുന്നവരോ, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം, പല തരത്തിൽ പല പേരിൽ സഹായ വാഗ്ദാനങ്ങൾ, മുദ്രാ ലോൺ വലിയ സഹായ വാഗ്ദാനമാണ്, പക്ഷെ ഒന്നും നിലം തൊടുന്നില്ല എന്നുള്ളത് അനുഭവസ്ഥർ, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവര് ബാങ്കുകളിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവര് കൈമലർത്തും, അങ്ങനെയുള്ളവർ പറയാറുണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഉദ്യം രജിസ്ട്രേഷന്റെ പേരിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് ഇവിടെ ഒരുപാട് വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസമല്ലേ പിന്നെ ബാങ്കുകളുടെ ഒരു ഇത് വന്നത്, ഇന്ത്യയിൽ എടുക്കപ്പെടുന്ന വിദേശ പഠന വായ്പ
അതിന്റെ 17% കേരളത്തിൽ നിന്നാണെന്ന് ഓർമ്മിക്കണം. ഇന്ത്യൻ പോപ്പുലേഷന്റെ 2.1%, കേരളത്തിന്റെ പോപ്പുലേഷൻ. അങ്ങനെ 2.1% പോപ്പുലേഷൻ ഉള്ള കേരളത്തിലാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് എടുക്കുന്ന വായ്പയുടെ 17%. എന്ന് വെച്ചാല് മറ്റ് സംസ്ഥാനങ്ങളെ നാം എത്രയോ കടത്തി വെട്ടുന്നു ഈ വായ്പ എടുത്ത് വിദേശ പഠനത്തിന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് പോകുന്നത്? ഒന്നാമത് ഇവിടെ തൊഴിൽ ലഭ്യത ഇല്ല. രണ്ടാമത് ഇവിടെ എന്താണ് പഠിച്ചിട്ട്, അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇവിടെ എഡ്യൂക്കേഷൻ ഹബ്ബാകും എന്നൊക്കെ എല്ലാ ബഡ്ജറ്റിലും പറയുന്നുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ ഹബ്ബ് തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ് വെറ്റിനറി കോളേജിൽ നടന്ന കൊലപാതക സംഭവം, എന്താണ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം, എന്താണ് ക്യാമ്പസുകളിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന അടിപിടി കേസുകളും വെട്ടിക്കുത്തും അതും ഇതും ലഹരി മരുന്ന് മാഫിയായും ഒക്കെ ആയിട്ട് ക്യാമ്പസുകൾ കലാപ കലുഷിതമാണ്. ക്യാമ്പസുകളിൽ മക്കളെ വിട്ടിട്ട് പേരൻസിന്, അതായത് ക്യാമ്പസുകളിലേക്ക് പോകണ്ട, വെറും എന്താണ് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഒരു അമ്മയ്ക്ക് ഇരിക്കാൻ ഒക്കില്ല, തിരിച്ചു കുഞ്ഞ് വരുന്നവരെ. കാരണം എല്ലാ സൗകര്യങ്ങളും ബസ്സിൽ യാത്ര ചെയ്യാനും ഒക്കെ കൊടുത്താൽ പോലും ഏത് പുഷറാണ് എൻ്റെ കുഞ്ഞിന്റെ വായില് ഒരു ലഹരി മരുന്ന് കലർന്ന മുട്ടായി വെച്ചു കൊടുക്കുക? ഒരമ്മയ്ക്ക് പോലും ഒരപ്പന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി കേരളം അങ്ങ് ഇരുട്ടിന്റെ കേരളമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മന്ത്രി രാജീവ് പറഞ്ഞു ഇവിടെ ഒരുപാട് വ്യവസായങ്ങൾ വളർന്നു വരുന്നു എന്ന്. അങ്ങനെ വ്യവസായങ്ങൾ വളർന്നു വരണം, അത് നമ്മുടെ ആഗ്രഹമാണ്. എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകളും അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കേരളത്തിലുള്ളത്. കേരളത്തിലുള്ള ചക്ക, കേരളത്തിലുള്ള തേങ്ങ, കേരളത്തിലുള്ള ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ വലിയ തോതിൽ വാല്യൂ അഡീഷൻ നടത്തി ലോക വിപണി പിടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് ആകട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസ് ആകട്ടെ, കേരളം മാറും. പക്ഷെ അതാരാണ് ഈ ക്യാമ്പസുകൾക്ക് പറഞ്ഞു കൊടുക്കുക? അവർക്ക് ABC പഠിപ്പിക്കുകയല്ലാതെ അതിനപ്പുറം ഒരു ഇന്റേൺഷിപ്പിനെ പറ്റിയും ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റിയും, അതായത് പോക്കറ്റ് നിറയെ ശമ്പളം മേടിക്കുന്ന അധ്യാപകരുടെ ഏക താല്പര്യം ആ സമയം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി ക്ലാസ് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തുക എന്നുള്ളതാണ്. ഈ കിട്ടുന്ന ശമ്പളം മുഴുവനും ചെലവഴിച്ച് തീർക്കണ്ടേ? നല്ല സുന്ദരമായ രീതിയിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി ആർഭാട ജീവിതം കഴിച്ച് അതിനൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഗവൺമെന്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒന്ന് പഠിക്കുക. അങ്ങനെ ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. എല്ലാ ക്യാമ്പസുകളിലും വരട്ടെ സ്റ്റാർട്ടപ്പുകൾ. പ്രധാനമന്ത്രി പറഞ്ഞ PM ഇന്റേൺഷിപ്പ് സ്കീം ഒന്നും നടക്കുന്നില്ല, പ്രസംഗത്തിലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ക്യാമ്പസുകൾ വിചാരിച്ചാൽ ഇവിടുത്തെ ക്രോപ്പുകൾ കൊണ്ട് തന്നെ വാല്യൂ അഡീഷൻ നടത്തി മഹാത്ഭുതം വിളയിക്കാനും കേരളത്തെ മറ്റൊരു കേരളമാക്കി, മറ്റൊരു അടയാളമാക്കി ലോക മാപ്പിൽ രേഖപ്പെടുത്താനും കഴിയും എന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മന്ത്രി രാജീവ് വ്യവസായ മേഖലയെ പറ്റി അദ്ദേഹത്തിന് ഒരുപാട് ആകാംക്ഷയുണ്ട്, കേരളത്തെ വ്യാവസായികമായി രേഖപ്പെടുത്തണം ഇന്ത്യയുടെ ഭൂപടത്തിൽ എന്നൊക്കെ. പക്ഷേ അതിനുള്ള വാതായനങ്ങളൊന്നും ഇപ്പോഴും തുറന്നിട്ടില്ല എന്ന കാര്യം മന്ത്രി രാജീവിന് അംഗീകരിക്കാൻ വയ്യ. അത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നടക്കൂ. രജിസ്ട്രേഷൻ ആയതുകൊണ്ട് മാത്രം വ്യവസായം വരില്ല, അതാണ് അവസ്ഥ. അപ്പോൾ അല്ലെങ്കിൽ നോക്കൂ, 2016-17 ബഡ്ജറ്റില് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു റബ്ബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി സിയാൽ മോഡൽ കമ്പനി കൊണ്ടുവരുമെന്ന്. എവിടെ കിടക്കുന്നു? ഇതുവരെ അങ്ങനെ ഒരു കമ്പനിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പിന്നീട് ഇപ്പൊ റബ്ബർ കർഷകരുടെ അവസ്ഥ എന്താണ്? റബ്ബർ കർഷകർക്ക് മിനിമം കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയുടെ അരിയിലെങ്ങാനുമാണോ ഇപ്പൊ റബ്ബറിന്റെ വില നിൽക്കുന്നത്? ഒന്നുമല്ല. ഇതൊന്നും മന്ത്രി രാജീവ് അറിഞ്ഞ മട്ടുപോലും ഇല്ല. ഇനി അതവിടെ കിടക്കട്ടെ. ഡോക്ടർ ഐസക്കിന്റെ കാലത്ത് തന്നെ പറഞ്ഞതാണ് കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ഒരു വ്യവസായ ഇടനാഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനന്ത സാധ്യതകളാണ് വ്യാവസായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കുക. ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ക്രോപ്പിംഗ് പാറ്റേൺ അനുസരിച്ച് ഒരുപാട് അതായത് ഇവിടെ ഒരു സാധ്യതയുണ്ട് കുടുംബശ്രീ. ആ കുടുംബശ്രീകളുടെ തന്നെ വളർച്ച ഈ വെറും മൈക്രോ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാനത്ത് നിന്ന് അവർക്ക് തന്നെ
മീഡിയം സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ടൊക്കെ വളരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. കൊച്ചി, അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതുമാണ്. കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇടനാഴിക്ക് വേണ്ടി ഇനി നമ്മൾ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും എന്ന് ഓർക്കണം. അപ്പൊ ഇത് അതുപോലെ തന്നെ മന്ത്രി രാജീവ് തന്നെ ആദ്യ വർഷം തന്നെ പറഞ്ഞു ബയോ പാർക്കുകൾ എല്ലാ ജില്ലകളിലും വരും. ഈ ബയോ പാർക്കുകൾ അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിന്റെ ക്രോപ്പിംഗ് പാറ്റേൺ അനുസരിച്ചാണ്. അങ്ങനെ ബയോ പാർക്കുകൾ വരുമ്പോൾ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഫുഡ് പ്രോഡക്ട്സ് ആയിരിക്കും ബയോ പാർക്കുകളിൽ ലഭ്യമാവുക. എവിടെ ഒരു ബയോ പാർക്ക് പോലും ഇനി ഒരു വർഷം കൂടിയേ രാജീവിന്റെ മന്ത്രി പദവിക്കുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും രൂപപ്പെട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതൊക്കെ നന്നായിട്ട് ന്യൂസിലും പത്രങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കുന്നതായി ഇത് വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഇവരൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്യുന്നതല്ലാതെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള വസ്തുത. ഇനി ഒത്തിരി കാര്യങ്ങൾ വ്യാവസായിക മേഖലയെ പറ്റി പറയാനുണ്ട്, ഞാൻ അത് വിടുന്നു.